ആ വലിയ നിധിശേഖരം തുറക്കാനുള്ള താക്കോലായിരിക്കാം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഇൻഫർമേഷനുകളും. നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിച്ചാർഡ് ടംബ്ലറിൻ്റെ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകമാണ്. അതിൽ 26 നിയമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തത് 27ാമത്തെ നിയമം. ലാസ്റ്റ് വീഡിയോയിൽ കഴിഞ്ഞ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, റിസ്ക് കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും, റിസ്ക് കുറയുമ്പോൾ പ്രോഫിറ്റ് കുറയുമെന്ന്. റിസ്ക് എടുക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. നമ്മൾ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം മറുവശത്ത് കൃത്യമായി ചെറുതാണെങ്കിലും സ്ഥിരം കിട്ടാവുന്ന ഒരു റിട്ടേണിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. എപ്പോഴും എന്തു സംഭവിക്കാവുന്ന അതിൻ്റെ റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടൈമിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ റിസ്ക് നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും നമുക്ക് സത്യത്തിൽ കഴിയില്ല. അത് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൃത്യമായി റിട്ടേൺ തരാവുന്ന ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലുള്ള മറ്റുള്ള ഒരു മാർഗം മറുവശത്ത് കൂടി വേണം. റിസ്ക് എടുത്താലേ വളർച്ചയുള്ളൂ, ഓക്കെ. എന്നാൽ പണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിസ്ക് എടുത്താൽ കിട്ടാവുന്നതിനേക്കാൾ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അതേ റിവാർഡ് കിട്ടുമോ എന്നുകൂടി നമ്മളൊന്ന് നോക്കണം. എപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ചിന്ത കൂടി ചിന്തിച്ചതിന് ശേഷമേ റിസ്ക് എടുക്കാൻ പാടൂ. അടുത്ത നിയമം റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിലെ 28ാമത്തെ നിയമം പറയുന്നത്, നമ്മൾ ചില ആളുകളോടൊക്കെ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഇയാളെന്തോ ശരിയല്ല എന്നൊക്കെ. ഇതുപോലെ മനസ്സ് തരുന്ന ഇൻഡ്യൂഷനുകൾ നമ്മൾ കേൾക്കാതിരിക്കരുത്. അങ്ങനെ നമ്മുടെ മനസ്സ് വിശ്വസിക്കരുത് എന്ന് പറയുന്നവരുമായി ഒരു ഇടപാടുകളും ചെയ്യരുത്. നമ്മുടെ ഇൻഡ്യൂഷൻ ഇതുപോലുള്ള ഈ തോന്നലുകൾ നമ്മൾ കേൾക്കാതിരിക്കരുത്. പലപ്പോഴും ഈ തോന്നലുകൾ വലിയ പല പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചേക്കാം. ഏതെങ്കിലും ഒരാളിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ അവരുമായി ഒരു ബിസിനസ്സും ചെയ്യരുത്. റിച്ചാർഡ് ടംബ്ലറിൻ്റെ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിലെ അടുത്ത നിയമം 29ാമത്തെ നിയമം പറയുന്നത്, സത്യത്തിൽ പ്രായം സമ്പത്ത് നേടാനൊരു തടസ്സമല്ല. ഇവിടെ ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. മറ്റു പലതിലേക്കും കൊടുത്ത ഫോക്കസ് ഇതിലേക്കൊന്ന് മാറ്റി സമ്പത്ത് നേടുന്നതിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഉള്ളതൊക്കെ അതങ്ങ് നടന്നോളൂ. സാഹചര്യങ്ങൾ ഉണ്ടാകും, വഴികൾ തെളിഞ്ഞു വരും. പ്രകൃതിയുടെ ഒരു നിയമം തന്നെ അതാണ്. നിങ്ങൾ ഏതിലോട്ടാണോ ഫോക്കസ് കൊടുക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ജസ്റ്റ് ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക, അത്ര മതി. ഇവിടെ ഒന്നും വൈകിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കഴിയും, അത് നടക്കും. അതിന് പ്രായം ഒരു ഘടകമേ അല്ല. റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ അടുത്ത നിയമം, റിച്ചാർഡ് ടംബ്ലർ കണ്ട വളരെ വെൽത്തിയായ മനുഷ്യർ, വളരെ പണക്കാരായ മനുഷ്യരൊക്കെ ചെറുപ്പകാലം മുതലേ സേവ് ചെയ്ത് തുടങ്ങിയവരാണ്. സേവ് ചെയ്യാത്തവരാരും പണക്കാരായിട്ടുമില്ല എന്ന് കരുതി വളരെ പിശുക്കി സേവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് ഇത്ര ശതമാനം എന്ന് പറഞ്ഞ് സേവ് ചെയ്താലും മതി. ഇവിടെ റിച്ചാർഡ് ടംബ്ലർ വളരെ ലളിതമായ ലൈഫ് സ്റ്റൈലുള്ള ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ 50% സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ മാത്രം പോരാ, കുട്ടികൾക്ക് സേവിങ്ങിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞും കൊടുക്കണം എന്ന് റിച്ചാർഡ് ടംബ്ലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 31ാമത്തെ നിയമത്തിൽ റിച്ചാർഡ് ടംബ്ലർ പറയുന്നത്, 20 വയസ്സിന് മുകളിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് വിദ്യാഭ്യാസത്തിനുള്ള സമയമാണ്. 28 മുതൽ 35 വയസ്സാണെങ്കിൽ ഒരു കുടുംബത്തെയൊക്കെ ഉണ്ടാക്കേണ്ട സമയമാണ്. 35 മുതൽ 55 വയസ്സ് വരെ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുകയും സമ്പത്ത് നേടേണ്ടതുമായ സമയമാണ്. ശേഷമുള്ള ലൈഫ് ഈ കൊമേഴ്ഷ്യൽ ലോകത്തു നിന്നൊക്കെ റിട്ടയർമെൻറ്റ് എടുത്തിട്ട് സ്പിരിച്വാലിറ്റി, ഒഴിവ് സമയത്തെ ആസ്വദിക്കുക, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യേണ്ടതൊക്കെ സമയമാണ്. ഇതിലെവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര പണം ആവശ്യമുണ്ടാവും? നിങ്ങളൊരു 20 വയസ്സുകാരനാണെങ്കിൽ ആ സ്റ്റേജിൽ പണം വലിയ കാര്യമായൊന്നും തോന്നില്ല. എന്നാൽ അടുത്ത സ്റ്റേജിലേക്ക് കയറുമ്പോൾ പണം ഏറ്റവും ആവശ്യമുള്ളതായും തോന്നാം. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേജിലേക്ക് എത്രമാത്രം പണം നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും ഇതൊക്കെ ചിന്തിച്ചിട്ട് അവനവൻ നിൽക്കുന്ന ആ സ്റ്റേജ് ഏതാണോ ആ സ്റ്റേജിന് എത്രമാത്രം വർക്ക് ചെയ്യേണ്ടി വരുമെന്ന് തിരിച്ചറിയണം. അതാണ് 31ാമത്തെ നിയമം പറയുന്നത്. റിച്ചാർഡ് ടംബ്ലർ പറയുന്നത് പ്രകാരം എനിക്കിപ്പോൾ 30 വയസ്സായെങ്കിൽ ഞാനൊരു ഫാമിലി ബിൽഡ് ചെയ്യണം. അടുത്ത സ്റ്റേജിൽ ഞാൻ എൻ്റേതായൊരു ബിസിനസ് ഒരു 40, 45, 50 വയസ്സിൽ എൻ്റേതായൊരു ബിസിനസ്സും ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. ഇത് രണ്ടും കൂടി ഞാൻ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇപ്പോൾ അധ്വാനിക്കാൻ. അതാണ് ഈ നിയമത്തിൻ്റെ ചുരുക്കം. റിച്ചാർഡ് ടംബ്ലർ അടുത്ത നിയമത്തിൽ 32ാമത്തെ നിയമത്തിൽ പറയുന്നത്, കഠിനാധ്വാനം ഇനി ആവശ്യമില്ല എന്ന അവസ്ഥ ഉണ്ടാകുന്നതുവരെ കഠിനമായിട്ട് അധ്വാനിക്കുക. നമ്മൾ നോക്കുമ്പോൾ പണക്കാരൊന്നും അത്ര ഹാർഡ് വർക്കൊന്നും ചെയ്യുന്നവരൊന്നുമല്ല. നമ്മൾ വിചാരിക്കും അവർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നവരാണ് അതുകൊണ്ടാണെന്നൊക്കെ. എന്നാൽ സത്യത്തിൽ അവർ ഈ സ്ഥാനത്ത് എത്തുന്നത് വരെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു, മറ്റാരേക്കാളും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകൾ വെയിൽ കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ പണക്കാരാവുന്നില്ല. ഇവിടെ ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അധ്വാനത്തെ അല്ല. കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ നേടാൻ കഴിയുന്ന മേഖലയാണ്. നമ്മുടെ അധ്വാനം എത്രമാത്രം പ്രൊഡക്റ്റീവ് ആകുന്നുവോ അത്രമാത്രം വാല്യൂ കൂടുന്നുവോ അതൊക്കെയാണ് ഹാർഡ് വർക്ക്.
അങ്ങനെ നമ്മൾ ഹാർഡ് വർക്കൊക്കെ ചെയ്തൊരു ഫ്രെയിം വർക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ, ഒരു ബേസ്മെൻറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ, പിന്നീട് എൻ്റെ ലക്ഷ്യത്തെ വേഗത്തിലെത്താനും കൂടുതൽ നേടാനും എന്താണോ സഹായിക്കുന്നത്, അതാണ് സ്മാർട്ട് വർക്ക്. റിച്ചാർഡ് ടംബ്ലറിൻ്റെ റൂൾസ് ഓഫ് മണി എന്ന പുസ്തകത്തിലെ നിയമങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 33ാമത്തെ നിയമമായി ഞാൻ അടുത്ത പ്രാവശ്യം വരാം. ഇറ്റ്സ് മീ MK ജയദേവ്.